ഗായ്സ് നമുക്കാണെങ്കിൽ ഒരു അടിപൊളി വറ്റക്കറി വെച്ചാലോ. അപ്പോൾ നമുക്ക് വറ്റക്കറിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. നമുക്കിവിടെ വേണ്ടത് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് നമ്മളെല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗായ്സ്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി കടുക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകും ഉലുവ എല്ലാം ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടി വരട്ടെ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാവേ. ഇങ്ങനെ ചുവന്നുള്ളി വാരി പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അങ്ങനെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല രീതിയിൽ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. നമ്മുടെ ഈ ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു വരണേ. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ നല്ല രീതിയിൽ എണ്ണയൊക്കെ ചുവന്നുള്ളി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടിയായതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ നമ്മൾ ഈ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മളിതെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണവേ. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയാണ്. അങ്ങനെ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊടിയാട്ടോ, ഉലുവയല്ല ഉലുവ പൊടിയാണ്. അങ്ങനെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് അതിനുശേഷം വീണ്ടും നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, കണ്ടില്ലേ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിവേപ്പിലയാണ് ഗൈസ്. അങ്ങനെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ വേണ്ടത് കുടംപുളിയാണ്. അങ്ങനെ കുടംപുളി എടുത്തിട്ടുണ്ട്, കുടംപുളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമുക്കറിയാമല്ലോ, ആവശ്യാനുസരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ തിളച്ച് വരണേ. അങ്ങനെ നല്ല രീതിയിലൊരു തിളയൊക്കെ വരട്ടെ കേട്ടോ. എങ്ങനെ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ എടുത്തിട്ടുള്ള മീൻ വറ്റയാണ്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ തിളച്ചൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ നമുക്കാണെങ്കിൽ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എങ്ങനെ നമ്മുടെ കണ്ടില്ലേ നല്ല ഗ്രേവിയുള്ള മീൻ കറിയാണേ. നല്ല ഗ്രേവിയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തിളയൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. കണ്ട, ഇനി നമുക്കിത് ഇളക്കണ്ട കേട്ടോ. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാവേ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും കേട്ടോ. ഇനി ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ കളറൊക്കെ ചേഞ്ച് ആയി കുറച്ചും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി മീൻകറിയെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.